വലിയ ഭാഷ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഇതിന്റെ ഐഡലിനെ പാദത്തിൽ നിന്ന് തുടങ്ങിയിട്ട് തല വരെ കൊണ്ടുവന്നിങ്ങനെ സർക്കുലറായിട്ട് ഡിവോട്ടിക്ക് ഫുള്ളായിട്ട് കാണാൻ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ആരും ചോദിച്ചത്. എപ്പോഴും ലോങ് ഹാൻഡിൽ ഉണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൊരു അതിൻ്റെ ആസനം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ സൈഡിൽ മാറിയിട്ട് ആരും ചോദിക്കാം. അതായത് ശരിക്കും ആരുടെ ഉദ്ദേശം ദൈവരൂപങ്ങളിലുണ്ടാണ്. ശ്രീമാരായ ജൂത ക്ഷേത്രങ്ങൾ ഷിപ്പ് പോർട്ടിലേക്ക് എൻട്രി ആണെങ്കിൽ അതിന് പക്ഷേ റിവറിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെയൊക്കെ എൻട്രി ചെയ്യാം. ആ ചാനൽ സെൻട്രൽ മാത്രമേ ഇതുണ്ടാവും, ഡീപ്പായിട്ട് 2 വർഷം ഷെയറായിരുന്നു. അപ്പൊ ആ പോകുന്ന സമയത്ത് പാർട്ടി കാണിക്കുന്നത് സ്ട്രേറ്റ് ലൈനിൽ ഇപ്പോൾ 1-2 കിലോമീറ്റർ പോകണമെങ്കിൽ വിളക്ക് ഫാർ എൻഡിൽ കൊണ്ടുപോയി. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ റെഡ് ഗ്ലാസ്, ഇവിടെ ഗ്രീൻ ഗ്ലാസ്. നിങ്ങൾ റൈറ്റ് പാത്തിലാണെങ്കിൽ കാണുന്നത് വെളിച്ചം കാണുന്നത് ട്രാൻസ്പെറൻറ്റ് കുറച്ചുകൊണ്ട്. പിന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വെളിച്ചം റെഡായി മാറും. റെഡ് ഫിൽറ്റർ വെച്ചില്ല. ലെഫ്റ്റിലേക്ക് പോയി ഗ്രീൻ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എപ്പോഴും നിങ്ങൾ റൈറ്റ് പാത്തിലാണെങ്കിൽ സാധാരണ വെളിച്ചം കാണും. മാസ്റ്റർ ലൈറ്റ്, ഷിപ്പിന്റെ മാസ്റ്റർ ലൈറ്റ് കമ്പൽസറിയാണ്. കാരണം ഇതിനിടയിലും അത് ഷിപ്പിന് വഴി കാണിക്കാനല്ല, മറ്റ് ഷിപ്പുകൾക്ക് അറിയണം ഓൺ ദ പാത്ത്. അപ്പൊ അത് കഴിഞ്ഞാൽ ഷിപ്പിന് ഒരു സൈഡിൽ റെഡ് ലൈറ്റ്, ഒരു സൈഡിൽ ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും. അപ്പം അത് ഇതിലോ ബീച്ച് ഡയറക്റ്റ് ഷിപ്പ് നമ്മുടെ കാര്യമാണെങ്കിൽ 3 മണിക്കാണ് നമ്മൾ ഓടിക്കുന്നത് പറയാം. അതിന് വേണ്ടിയിട്ടാണ് പോലീസിനെ കൊണ്ടുവച്ചിരുന്നത്. ഇതിനകത്ത് 4 തിരി നമുക്ക് തിരിച്ചാലും ഇല്ലായിരുന്നു. ഇത് എന്താ പറയുക, നമ്മൾ അല്ല ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയിലെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് റിലീഫ് പ്രിൻസിപ്പൾ അതിനകത്ത് സൂക്ഷിച്ചില്ല. റെയിൽവേയിൽ വണ്ടി പറഞ്ഞെടുക്കണം, അതിന് അടിയിലിടുന്ന കാര്യം കുടുങ്ങി കിടക്കുന്നു. നല്ല വെളിച്ചം പണം കൊണ്ടാണ് പെട്രോമാസ് ടൈപ്പ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾക്ക് ചിലപ്പോൾ അടിയിലൊക്കെ ആണെങ്കിൽ ഈ പെട്രോമാസ് ഇങ്ങനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. ചായയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം നമുക്ക് കാഴ്ചയും ചെറ്റും പിടിക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് കെറോസിൻ ഫെഡറേറ്റ് എന്നാണ് ബ്രാൻഡ് ചെയ്തത്. ഈ കെറോസിൻ ലൈറ്റ് ടാങ്ക് ഇവിടെ നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഇവിടെ 3 സൈഡിലും തിരിയുണ്ട് വൈഡായില്ല. ആ തിരി ഇങ്ങനെ വന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഇങ്ങനെ തിരി 3 കൂടെ മർജ് ചെയ്തൊരു സർക്കിളായിട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടാ കത്ത് താഴോട്ട് കത്തും അല്ലേ? താഴോട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ തൂങ്ങിക്കൊണ്ട് കത്തും. സംശയം ഗവൺമെന്റ് ഇൻവെർട്ടർ ഇൻകാൻഡിസ് എല്ലാം യൂട്യൂബിൽ അടിച്ച അതിന്റെ വീഡിയോ ഉണ്ട്. അതിന്റെ ഫുൾ സെറ്റാണ് ഇത്. നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷൻ വേണ്ടി ഉപയോഗിച്ചില്ല. ഈ ചമയവിളക്കിന്റെ എന്ന് പറഞ്ഞാല് അത് പണ്ട് അല്ല, അത് പത്തനാപുരത്തിന്റെ നാട്ടിൽ വഞ്ചിനാട് വഞ്ചീശ്വരൻ എന്നൊക്കെ പറഞ്ഞിരുന്നില്ല. അത് ഏതോ ഒരു കലാകാരൻ വഞ്ചിന്റെ ഷേപ്പിൽ ഒരു വിളക്കുണ്ടായിട്ടുണ്ട്. 5 തിരി വെച്ചുകൊണ്ട് ഇത് സത്യത്തിൽ സ്വീകരണ വിളക്കാം. പണ്ടേ മുതൽ കാലത്ത് പപ്പനാട് ആകാട്ടിന് പോകുന്നത് 2 ഭാഗത്തുള്ള അമ്മച്ചി ഇവിടെ വരുമ്പോൾ സ്ത്രീകൾ വിളക്കേണ്ടി സ്വീകരിക്കുകയാണ്. പപ്പനാട് അടുത്ത് വരുമ്പോഴേ നിലവിളക്ക് പിടിച്ചു വിടുന്ന കൈ കളിക്കും. ഇത് നമ്മൾ താഴെ കിട്ടും. പപ്പനാ വരുമ്പോൾ എഴുന്നേറ്റ് നോക്കി ബഹുമാനിക്കാം. ചോദ്യം ഞാനിത് കൊണ്ട് 2 വർഷം തുടങ്ങിയതാണ്. ഇതെന്റെ കൈ കിട്ടിയിട്ട് ഒരു പാർട്ടി ഡൽഹിയിൽ അയച്ചു തന്നാണ്. ഇത് വിളക്കാന്ന് പറഞ്ഞു. ഞാൻ എന്ത് വിളക്ക്, ഇത് ജ്വല്ലേഴ്സ് തട്ടാൻ്റെ വിളക്കാന്ന് പറഞ്ഞു, സ്വർണ്ണപ്പണിക്കാരൻ്റെ വിളക്കാന്ന് പറഞ്ഞു. ഞാൻ ഇത് എങ്ങനെ തെളിയിക്കും അതെനിക്കറിയില്ല. സ്വർണ്ണപ്പണിക്കാരൻ്റെ വിളക്കാന്ന്. ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ കുറേ ആളുകളുടെ അടുത്ത് സ്വർണ്ണപ്പണിക്കാരുടെ പലരും എടുത്തപ്പോൾ കിട്ടിയില്ല. അവസാനം 2 കൊല്ലം കഴിഞ്ഞിട്ട് പരിചയക്കാരനൊരു സ്വർണ്ണ കളിക്കാരനുണ്ട്, കുറേ പ്രായമുണ്ട്, ഇപ്പോഴില്ല. അങ്ങനെ ഒരു പുസ്തകത്തിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കും. കാരണം അന്ന് സ്വർണ്ണം വളക്കാൻ ഉപയോഗിച്ചത് സ്പിരിറ്റാണ് എന്നത്. കാരണം ഈ കെറോസിനൊക്കെ വരുന്നതിന് മുന്നേ കെറോസിൻ പിന്നെ വൈദ്യുതി കഷ്ണം എന്നെ ഗ്യാസ് ഇപ്പോൾ ലേസറൊക്കെ ആയി വന്നു. അതിൻ്റെ മുമ്പ് വെജിറ്റബിൾ ഓയിൽസിന് ഒന്നും ഈ സ്വർണ്ണം മെൽറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്പിരിറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കൂടി ഈസി ചെയ്യും. കാരണം ഇതിനകത്ത് അത് സ്പിരിറ്റ് ഒഴിക്കും. ഇത് ഒന്നുകൊണ്ട് സ്പിരിറ്റ് ഒഴിക്കും, ടൈറ്റ് ചെയ്യും. കാരണം സ്പിരിറ്റ് പെട്ടെന്ന് ആവിയായിരിക്കും.
റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആവശ്യം വരുമ്പോൾ ഒന്ന് ചെരിയും. അപ്പോൾ ഈ ബീക്കിൽ സ്റ്റേജ് പറയും ഇവിടെ ചെറിയ റൂൾസ് ഉണ്ട്, അതിലൂടെ ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ആൽക്കഹോൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ കത്താൻ തിരിയൊന്നും വേണ്ട, വരച്ചിട്ട് കഴിഞ്ഞാൽ അത് കത്തും, അങ്ങനെ കത്തും. അത് ഉപയോഗിച്ചാണ് അവർ. അപ്പോൾ സ്പിരിറ്റ് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇനി അഥവാ അടയ്ക്കാൻ പറഞ്ഞാൽ ഇത്ര വേസ്റ്റ് ആവുള്ളൂ. അത് എല്ലാ ടെക്നിക്കും ഉപയോഗിച്ചാണ് ഇത്ര വേസ്റ്റ് ആവുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആയിക്കോളും. ഇനി അതല്ലെങ്കിൽ ഓഫ് ആക്കണമെന്നെ പുറകോട്ട് ചരിച്ചാൽ മതി, കൂടുതൽ സമയം കൊണ്ട് വന്ന് മുന്നോട്ട് ചരിച്ചാൽ മതി. വളരെ സിമ്പിൾ. ആർട്ട് വർക്കാണ്, അത് ഓട്ടോമാൻ ആർട്ട് വർക്കാണ്. തുർക്കിക്കാരൊക്കെ ടോപ്പിൽ കണ്ടില്ല, എൻ്റെ ആ ചെങ്ങലൊക്കെ കണ്ടോ, വളരെ സ്മൂത്താണ്. ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷനാണ് രാവണന്റെ വിളക്ക്. 10 തലയും 10 തിരിയും. ലക്ഷ്മി വിളക്ക്, ഗണപതി വിളക്ക് എന്നൊക്കെ കേട്ടാണോ? പക്ഷെ രാവണന്റെ വിളക്ക് കേട്ട് കാണല്ലേ? 10 തലയും 10 തിരിയുണ്ട്. ഈ നമ്മള് ലക്ഷ്മി വിളക്ക് മറ്റേതൊക്കെ പറയുന്നത്, അപ്പൊ നമ്മള് ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫുൾ റൗണ്ട് ഇറ്റ് റെപ്രസെന്റ്സ് ആണ്, റൈറ്റ് സൈഡിൽ ക്രിസന്റ് ഇറ്റ് റെപ്രസെന്റ്സ് മോർ, സെന്ററിൽ ഒരു ഇതാണ് ഒരു അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റിക്ക് ഒരു കതിര് അടയാളം വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ പാതിരിമാര് കൺവേർഷന് വേണ്ടി വന്നത്. അപ്പൊ ആദ്യം തരുന്ന സൂര്യനും ചന്ദ്രനുമാക്കി കുരിശ് വെച്ചു. ആ കുരിശ് മാത്രമായപ്പോൾ അന്നത്തെ പെട്ടെന്ന് ന്യൂ കൺവേർട്ടീസിന് ഒരു വിഷമം. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പഴയ ശാസ്ത്രലാണ് ബോട്ടം കണ്ടോ നിങ്ങൾ? ആ സ്കാർ വരുന്നത് അത് ഈ പഴയ യൂറോപ്യൻ കൊഴുപ്പിട്ട് കത്തിക്കുന്നുണ്ടല്ലോ, ആ വിളക്കിൻ്റെ മോഡലാണ് ബോട്ടം. മുകളിൽ ചിരാതുകൾ, കുരിശടയാളങ്ങൾ, പക്ഷി. ഈ പക്ഷി വിളക്കിൽ കയറുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലത്ത്. അന്ന് ഈ ഇതിൽ എന്താ പറയുക, നമ്മളെ പിച്ചളയിൽ ആദ്യമായിട്ട് വിളക്കുകൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ബാക്കിൽ കുരിശിനോടൊപ്പം ആരും ഒരാളെ അപകടത്തിലൊരു പക്ഷി വെച്ചു. പിന്നെ അതൊരു ആചാരമായിട്ട് മാറുകയാണ്. പിന്നെ പക്ഷി എന്തിനാന്ന് വെച്ചപ്പോൾ അത് സൺബേർഡ് എന്നാണ് പേര് കൊടുത്തിരുന്നത്. സൂര്യൻ്റെ പക്ഷി, വെളിച്ചം സൂര്യൻ്റെ അംശമാണല്ലോ. അതുകൊണ്ട് പിന്നെ അതൊരു ഏത് വിളക്കാണെങ്കിലും ഒരു പക്ഷി ഒരു പ്രത്യേക ഡൈനാസ്റ്റിയുടെ വൽബാന ഡൈനാസ്റ്റിയുടെ ആരാധിക്കുന്ന രൂപമായിരുന്നു പാമ്പിനെ കൊത്തിപ്പറക്കണം മയിൽ. അപ്പൊ അവരെന്ത് ചെയ്യുന്നത് ഇതുപോലെ ചെയ്തു. വടക്കോട്ട് തൂങ്ങിക്കിടക്കുന്ന പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പാമ്പിന്റെ തലയെടുത്ത് വയലിന്റെ കൊക്കിനകത്ത് വെച്ചു, വാലൊക്കെ ഒന്ന് ചുരുട്ടി വെച്ചു, കാരണം കൈ മുറിയാതിരിക്കാൻ. അങ്ങനെ ആ വിളക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല ഇത് പാമ്പാണ്. വിളക്ക് പിന്നെ നെയ്പത്രയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അവര് മയിലിനെ മാറ്റി കാട്ടുവഴിയിൽ വെച്ചു. 48 ശതമാനം ഒരു വിളക്കണ്ട 2 തിരിയല്ല കത്തിച്ചില്ല. അതെന്തിനാണ് 5-6 വർഷം കിട്ടിയാണ്. അവസാനം കണ്ടിട്ട് ദൃശ്യാപള്ളിയിൽ നിന്ന് പുറത്തു വന്നു. അവനെ ഞാൻ കുറച്ച് ജോലിയിൽ ഏൽപ്പിച്ചിട്ട് താഴത്ത് കഴിഞ്ഞിട്ട് ആ ജോലിയിലൊക്കെ മണ്ണ് തേച്ച് കത്തിച്ചു. മണ്ണിൻ്റെ കൺട്രോൾ തിരിയല്ലെങ്കിൽ ഒന്നിച്ചൊക്കെ പോകണം. പിന്നെ അയാളെ വെള്ളം കോരി വെച്ച് പൊട്ടിത്തെറിച്ചു. അതിനു വേണ്ടി പ്രത്യേകിച്ച് മണ്ണെന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്ന വിളക്ക് തന്നെ കൺട്രോൾ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം പേർഷ്യൻ ട്യൂബ്സ് നിലവിളിന്റെ മോഡൽ. ഇത് മറ്റേ ഈ ഒരു ഇലക്ട്രോണിക് വിളക്കാണ്. ഇതിന് ഇവിടെ കട്ടിങ് കാണില്ല. ഇവിടെ പക്ഷെ ഒരു ബോൾ ഉണ്ടാവും. ആ ബോൾ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മലബാറിൽ വരുന്നതിനൊക്കെ ബോൾ ഉണ്ടായാലും പക്ഷെ അവിടെ കട്ടിങ് ഉണ്ടാവും. അതിന് ഗ്രിപ്പുള്ളതുകൊണ്ട് അവിടെ ബോളിന് അത്യാവശ്യം ഇല്ല. പിന്നെ തിരുവനന്തപുരം ബൽമുഖത്തും കാണാൻ റൗണ്ടും ഇതുണ്ടോ. പിന്നെ കന്യാകുമാരി തിരുനെല്ലൂർ ഭാഗത്തൊക്കെ പോകുന്നതോടെ ഒറ്റയ്ക്ക് വിളക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇത് മൈസൂരിന്റെ വിളക്കാണ്. ഇവിടെ എല്ലാം മറ്റും പോളികളായിരിക്കും. ഇത് മഹാരാഷ്ട്രയാണ്. ഈ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര ഭാഗത്ത് സ്പൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മഹാരാഷ്ട്രക്കാർക്ക് അവർ വിളക്ക് തെളിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വിളക്കിൻ്റെ കൂടെ 2 മണി അരി 1 കുങ്കുമം കൊടുക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ തട്ട്. ഇത് ചെട്ടിനാട് വിളക്ക്. ചെട്ടിയാമൂര് ഭയങ്കര കാശികാരാണ്. അവർക്കൊരു ഹുമുണ്ട് കാശിൻ്റെ. അപ്പൊ അവരുടെ ഡൗറി കൊടുക്കുമ്പോൾ ഒരു വിളക്ക് കമ്പൽസറിയാണ്. അപ്പൊ അവർ പറഞ്ഞ് ഈ ആപ്പോൾ കൊടുക്കുന്ന വിളക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വിളക്കിന് ജപമാണെന്ന് പറഞ്ഞു. അങ്ങനെ സിലോൺ സ്പെഷ്യലായി തിരിച്ച വിളക്ക് അത് ആർട്ടവർക്കുണ്ട്. പ്രത്യേക രീതിയിലാണ് ഡിസൈനും ഒക്കെ ആയിട്ട്.